ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു റിലേഷൻ, ആ റിലേഷനിലുള്ള ഒരു ആട്രിബ്യൂട്ടിന് അതേ റിലേഷനിലുള്ള മറ്റു പല ആട്രിബ്യൂട്ട്സിനെയും യൂണീക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആർ എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്, എക്സ് എന്നും വൈ എന്നും പറയുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട് ആ റിലേഷനിലെങ്കിൽ ആ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് എക്സ് ആരോ വൈ എന്ന് നമുക്ക് എഴുതാം. ഇതിനെങ്ങനെ വായിക്കും? എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് വായിക്കാം, ഇല്ലെങ്കിൽ വൈ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ് എന്ന് പറയാം. അപ്പം ഒരു ടേബിൾ, ആ ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സിന് അതേ ടേബിളിലുള്ള മറ്റ് പല ആട്രിബ്യൂട്ട്സിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു ടേബിളിലെ ആട്രിബ്യൂട്ട്സ് ആ ടേബിളിലെ തന്നെ മറ്റ് ആട്രിബ്യൂട്ട്സുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് വിളിക്കാം, അല്ലെ പറയാം. അപ്പം ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടേബിളുണ്ട്, ആ ടേബിളിലുള്ള 3 ആട്രിബ്യൂട്ട്സ് ആണ് സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് ഏജ്. ഓരോ സ്റ്റുഡൻറ്റ് നെയിമിനും ഓരോ സ്റ്റുഡൻറ്റ് ഐ ഡി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് നെയിമിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കാരണം എന്താണ്? ആ സ്റ്റുഡൻറ്റ് ഐ ഡി സ്റ്റുഡൻറ്റ് നെയിമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഒരു 5 എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കറിയാമെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഐ ഡി ഉപയോഗിച്ച് നമുക്ക് പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്തുവാണെന്ന് നമ്മുടെ റിലേഷൻ അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ സ്റ്റുഡൻറ്റ് ഐ ഡി കൊണ്ട് സ്റ്റുഡൻറ്റ് നെയിമിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റുഡൻറ്റ് ഐ ഡി ഡിറ്റർമൈൻസ് സ്റ്റുഡൻറ്റ് നെയിം എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ വായിക്കാം, സ്റ്റുഡൻറ്റ് നെയിം ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ ഒരു ടേബിളിൽ എ എന്ന് പറഞ്ഞൊരു കോളമുണ്ട്, അത് അതേ ടേബിളിൽ നിന്ന് ബി എന്ന് പറഞ്ഞ കോളത്തിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എ ഡിറ്റർമൈൻസ് ബി അല്ലെങ്കിൽ ബി ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ എ എന്ന് നമുക്കിവിടെ പറയാം. പലതരത്തിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അതിൽ കുറച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി, ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. അപ്പോൾ ആദ്യം തന്നെ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് നോക്കാം. അതായത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അത് ഒരു ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ടേബിളിലുള്ള റിലേഷനിലുള്ള കുറേ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആകണമെങ്കിൽ ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ആ ആട്രിബ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ആട്രിബ്യൂട്ടിൽ അതിൽ ഉണ്ടാകണം. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? എ ബീനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആകണമെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആയിരിക്കണം. അതായത് ഇപ്പം കൺസിഡർ ചെയ്യാം, എ ഒരു റിലേഷൻ്റെ അകത്ത് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എയുടെ അകത്ത് കുറേ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം എ എന്ന് പറയുന്നത് ബീനെ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് അവ തമ്മിൽ ഉള്ളതെങ്കിൽ ബിയിലുള്ള ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി നമുക്ക് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയാം. അപ്പം എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റ് അല്ലേ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിന് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട് എയോട് എന്ന് പറയാം. ബി എന്ന് പറഞ്ഞ സെറ്റിന് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട് ബിയോട് എന്ന് പറയാം. ഇപ്പം അതൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു 2 കോളംസ് നമ്മൾ നേരത്തെ ടേബിൾ കൺസിഡർ ചെയ്തായിരുന്നല്ലോ. സ്റ്റുഡൻറ്റ് ടേബിൾ എന്തൊക്കെയുണ്ട്? സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് ഏജ് അല്ലേ. അപ്പം ഒരു ടേബിൾ, ആ ടേബിളിൽ 2 കോളംസ് ഉണ്ടെന്ന് വിചാരിക്കുക, സ്റ്റുഡൻറ്റ് ഐ ഡിയും സ്റ്റുഡൻറ്റ് നെയിമും. അപ്പം അത് എന്ന് ഉൾപ്പെടുന്ന ഒരു സെറ്റ്, സ്റ്റുഡൻറ്റ് ഐ ഡിയും സ്റ്റുഡൻറ്റ് നെയിമും ഉൾപ്പെടുന്ന ഒരു സെറ്റ്. ഇതെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഐ ഡി ഡിറ്റർമിൻ ചെയ്യുന്നു. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. എന്താ കാര്യം? ഈ സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്നത് ഈ
സെറ്റിൻ്റെ സബ്സെറ്റ് അല്ലേ, കാരണം ഈ സെറ്റിലുള്ളതല്ലേ സ്റ്റുഡൻ്റ് ഐ ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഡിപ്പെൻഡൻസി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണെന്ന്. അതുപോലെ സ്റ്റുഡൻ്റ് ഐ ഡി എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ഐ ഡിയോട് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. സ്റ്റുഡൻ്റ് നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് നെയിമിനോട് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അതായത് എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് വൈനോട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സും ഉണ്ട്. അപ്പം എക്സ് ഡിറ്റർമൈൻസ് വൈ അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് ഒരു എക്സിനോടൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. അത് ട്രൂ ആകണമെങ്കിൽ വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റ് ആകാൻ പാടില്ല. അങ്ങനെയുള്ള കേസിൽ അങ്ങനത്തെ ഡിപ്പെൻഡൻസി നമ്മൾ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയാം. അതായത് ട്രിവിയലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് എംപ്ലോയി എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. അവിടെ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്: EMB ID, EMB നെയിം, EMB അഡ്രസ്സ്. അപ്പം നമുക്ക് കിട്ടിയ റിലേഷൻ നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കിട്ടിയത്. അതായത് EMB ID എന്ന് പറയുന്നത് EMB നെയിമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. EMB ID എന്ന് പറയുന്നത് EMB അഡ്രസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. മറ്റൊരു ഡിപ്പെൻഡൻസ് എങ്ങനെ പറയാം? EMB നെയിം ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ EMB ID എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ EMB അഡ്രസ് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ EMB ID എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് തന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? EMB നെയിം എന്ന് പറയുന്നത് EMB ഐയുടെ സബ്സെറ്റ് അല്ല, എന്നിട്ടും ഇത് ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആണ് EMB ഐഡിയോട്, ഈ EMB നെയിം. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം? നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് വിളിക്കാം. അടുത്തതാണ് കംപ്ലീറ്റ്ലി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അപ്പോൾ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ഈ വൈ എന്ന് പറയുന്നത് എക്സിനോട് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ആകണമെങ്കിൽ, അത് കംപ്ലീറ്റ്ലി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആകണമെങ്കിൽ എക്സ് ഇൻറ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് നള്ളാണ്. അതാണ് കംപ്ലീറ്റ്ലി നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അടുത്തതാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഒക്കർ ചെയ്യുന്നത് ഒരു ടേബിളിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ മൾട്ടി വാല്യൂഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ളപ്പോഴാണ്. അപ്പോൾ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു ഫുൾ കൺസ്ട്രെയിൻ്റ് ആണ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് എ ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. അപ്പോൾ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ച് നോക്കുമ്പോൾ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിക്ക് ഒരു റിലേഷൻ സർട്ടൻ ടുപ്പിൾസ് പ്രസൻ്റ് ആയിരിക്കണം മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിക്ക്. അപ്പം നമുക്കിവിടെ ഒരു റിലേഷൻ നോക്കാം. ബൈക്ക് മോഡൽ, മാനുഫാക്ചർ ഇയർ, കളർ. അപ്പോൾ ഇവിടെ ബ്ലാക്ക്, റെഡ് എന്ന് പറഞ്ഞ കളറുകളുണ്ട്, മാനുഫാക്ചർ ഇയർ ഉണ്ട്, ബൈക്ക് മോഡലുണ്ട്. അപ്പോൾ ഇവിടെ മാനുഫാക്ചർ ഇയറും കളറും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ആട്രിബ്യൂട്ട്സിനും നോൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള 2 ആട്രിബ്യൂട്ട്സ് ആണ്. കാരണം 2007 ബ്ലാക്ക്, 2007 റെഡ്, 2008 ബ്ലാക്ക്, 2008 റെഡ്, 2009 ബ്ലാക്ക്, 2009 റെഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഫൈൻഡ് ചെയ്യണമെങ്കിൽ മറ്റേ ഡിപ്പെൻഡൻസികൾ നമ്മൾ ഫൈൻഡ് ചെയ്തതുപോലെയല്ല, നമ്മുടെ റിലേഷൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സ് മാത്രം സ്പെസിഫൈ ചെയ്യേണ്ട, അതിൻ്റെ വാല്യൂസും കൂടെ സ്പെസിഫൈ ചെയ്താൽ നമുക്ക് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ എക്സാമ്പിളിൽ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി മാനുഫാക്ചർ ഇയറും കളറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ബൈക്ക് മോഡലും മാനുഫാക്ചർ ഇയറും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? M1001 ആണ് നമ്മുടെ ബൈക്ക് മോഡലെങ്കിൽ മാനുഫാക്ചർ ഇയർ 2007 ആണ്. M2012 ആണ് ബൈക്ക് മോഡലെങ്കിൽ 2008 ആണ് മാനുഫാക്ചർ ഇയർ. M2222 ആണ് ബൈക്ക് മോഡലെങ്കിൽ 2009 ആണ് മാനുഫാക്ചർ ഇയർ. പിന്നെന്താ മനസ്സിലാക്കുന്നത്? ബൈക്ക് മോഡലും കളറും തമ്മിലുള്ള ബന്ധമുണ്ട്. M1001 ബൈക്ക് മോഡലിന് ബ്ലാക്കും റെഡും കളർ വരും, 2012 ബ്ലാക്കും റെഡും കളർ വരും, M2222 ബ്ലാക്കും റെഡും കളർ വരും എന്നുള്ളൊരു ബന്ധവും കൂടി ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് മാനുഫാക്ചർ ഇയറും കളറും അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ മാനുഫാക്ചർ ഇയറും കളറും ബൈക്ക് മോഡലിനോട് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2 കോളംസിനും മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻ്റ് ആണ് ബൈക്ക് മോഡലിൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ബൈക്ക് മോഡൽ, ഈ സിമ്പൽ മാനുഫാക്ചർ ഇയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മാനുഫാക്ചർ ഇയർസ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഓൺ ബൈക്ക് മോഡൽ, കളർ ഹാസ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഓൺ ബൈക്ക് മോഡൽ എന്ന് നമുക്കിതിന് വിളിക്കാം.
അടുത്തതാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ട്രാൻസിറ്റീവ് എന്ന് പറയണമെങ്കിൽ ഇത് മറ്റ് രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ നിന്നും ഇൻഡയറക്റ്റ്ലി ഫോം ചെയ്തവയായിരിക്കണം. അതായത് ഇസഡ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ആകണമെങ്കിൽ, അത് ട്രൂ ആകണമെങ്കിൽ വൈ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ് ആയിരിക്കണം, ഇസഡ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ വൈ ആയിരിക്കണം, എക്സ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ വൈ ആകരുത്. ആ കേസിൽ നമുക്ക് പറയാം എക്സ് അല്ല ഇസഡ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ് ആണ്, അത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആണെന്ന്. അപ്പോൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകണമെങ്കിൽ ഒരു റിലേഷനിൽ 3 അല്ലെങ്കിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കണം. ഈ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയൊക്കെ നമ്മൾ തേർഡ് നോർമൽ ഫോമിൽ നോർമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം തേർഡ് നോർമൽ ഫോമിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല, അത് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു കേസ് വരുന്നുണ്ട്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബുക്ക്, ഓതർ, ഏജ്, ഇങ്ങനെ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇവിടെ. അപ്പം ഇതിൽ നിന്നും ഈ റിലേഷനിൽ നിന്നും നമ്മൾ ഡിപ്പെൻഡൻസി, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഓരോരോ ആട്രിബ്യൂട്ട്സും മറ്റ് ആട്രിബ്യൂട്ട്സോട് എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉള്ളത് എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബുക്കും ഓതറും തമ്മിൽ വല്ല ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടോ? ഓക്കെ, ഗെയിം ഓഫ് ത്രോൺസ് വരുമ്പം ആണ് ബുക്കിൻ്റെ പേരെങ്കിൽ ഓതർ എപ്പോഴും ജോർജ് R.R. മാർട്ടിൻ ആയിരിക്കും. ഹാരി പോട്ടർ ബുക്കിൻ്റെ പേരെങ്കിൽ ഓതർ J.K. റോളിംഗ് ആയിരിക്കും. ഡൈയിങ് ഓഫ് ലൈറ്റ് എന്ന ബുക്കിൻ്റെ പേരിൻ്റെ ഓതർ ജോർജ് R.R. മാർട്ടിൻ. അതിനർത്ഥം ബുക്ക് എന്ന് പറയുന്നതും ഓതറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ബുക്ക് എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിന് ഈ ഓതർ എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആര്? ജോർജ് R.R. മാർട്ടിൻ. ബുക്കും ഓതറും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? അപ്പം എന്ത് പറയാം? ബുക്ക് ഡിറ്റർമിൻസ് ഓതർ, അല്ലെങ്കിൽ ഓതർ ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ ബുക്ക് എന്ന് നമുക്ക് ഇതിനെ പറയാം. ഇനി ഓതറും ഓതറുടെ ഏജും തമ്മിൽ ബന്ധമുണ്ടോ? ഓതർ ജോർജ് R.R. മാർട്ടിൻ, ഏജ് 66 ആണ് അല്ലേ? J.K. റൗളിംഗ്, ഏജ് 49, ജോർജ് R.R. മാർട്ടിൻ, ഏജ് 66. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓതറും ഓതർ ഏജും തമ്മിലൊരു ബന്ധമുണ്ട്. ഓതർ ഡിറ്റർമിൻസ് ഓതർ ഏജ്, അല്ലെങ്കിൽ ഓതർ ഏജ് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ ഓതർ എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് എഴുതാം ഓതർ ഏജ് തമ്മിൽ ബന്ധമുണ്ട്. ഓതർ ഡിറ്റർമിൻസ് ഓതർ ഏജ് നമ്മളിവിടെ എഴുതി. ഇനി ഓതറും ബുക്കും തമ്മിൽ ബന്ധമുണ്ടോ? ഓതറും ബുക്കും, ജോർജ് R.R. മാർട്ടിൻ ഓതർ, ബുക്ക് അപ്പോൾ എന്ത് വരും? ഗെയിം ഓഫ് ത്രോൺസ് വരും, ഡൈയിങ് ഓഫ് ലൈറ്റും വരും. അപ്പോൾ ഈ ഓതറും ബുക്കും തമ്മിൽ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമില്ല. കാരണം ജോർജ് R.R. മാർട്ടിൻ ആണ് ഓതറെങ്കിൽ ഈ ബുക്ക് ഗെയിം ഓഫ് ത്രോണോ ഡൈയിങ് ഓഫ് ലൈറ്റോ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു ബന്ധം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് പറയാം. അപ്പം നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയുടെ റൂൾ പ്രകാരം നമുക്ക് എന്ത് വിളിക്കാം? ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് ഡിറ്റർമിൻസ് ഓതർ, അല്ലെങ്കിൽ ഓതർ ഈസ്, ഓക്കെ ഇങ്ങനെ പറയാം, ബുക്ക് ഡിറ്റർമിൻസ് ഓതർ, ഓതർ ഡിറ്റർമിൻസ് ഓതർ ഏജ്. സോ നമുക്കെന്ത് പറയാം? ബുക്ക് ഡിറ്റർമിൻസ് ഓതർ ഏജ്, അതായത് ബുക്ക് ഡിറ്റർമിൻസ് ഓതർ ഏജ് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഓതർ ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ ബുക്ക്, അല്ലെങ്കിൽ ഓതർ ഏജ് ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഓതർ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? ഓതർ ഏജ് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റ് ഓൺ ബുക്ക് എന്ന് നമ്മൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെറൈവ് ചെയ്തു എടുത്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും അതർ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ എക്സാമ്പിൾസുമാണ്. അപ്പോൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.